പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് സമയക്കുറവ് മൂലമാണ്. അപ്പോൾ ഇത് ഒരു 3-4 മാസം മുന്നേ എടുത്ത വീഡിയോ ആണ്. ഇതുപോലെ കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ. ഇതുപോലെ കുറേ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം എഡിറ്റ് ചെയ്യാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വൈകുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഫോൺ കംപ്ലൈൻറ്റ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. ഗ്യാലറി സേവ് ആവത്തില്ല. ഫോണെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഗ്യാലറിയിലോട്ട് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനെ കൊണ്ട് എഡിറ്റ് ചെയ്യാൻ ചെയ്തിട്ട് ഗ്യാലറിയിലോട്ട് ഡൗൺലോഡ് ആവുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൃഷ്ണയുടെ വീട്ടിൽ പോയി. ഞാനും മോളൂടെ, മോനില്ലായിരുന്നു കേട്ടോ. ഭയങ്കര മഴയുള്ളൊരു ദിവസമാണ്. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടാണ് പോകുന്നത് കേട്ടോ. അതാണ് ഭയങ്കര രസം. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോയി കണ്ടത്ത് ചാടിയെന്നും ആറ്റിൽ ചാടിയെന്നും ഒക്കെയുള്ള ഇത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളും ചാടി ഗൈസ്. ഞങ്ങളൊരു ഇടവഴിക്ക് പോയി പെട്ടു. അവിടെ പോയി വണ്ടി തിരിക്കാൻ പോലും പറ്റത്തില്ല, കുറേ ചള്ളയും. അങ്ങനെയൊക്കെ ആയിരുന്നു യാത്ര. പിന്നെന്താണ്, എനിക്കാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അത്രയും വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. തിരിച്ച് കൃഷ്ണയും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞാൽ എന്നും ഡെയിലി വിളിയോ കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങളിങ്ങനെ യൂട്യൂബിൽ കൂടെ ലൈവിൽ കൂടെ പരിചയപ്പെട്ടു. ഒരു ദിവസം ഒരു ലൈവ് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ ഒരു പെങ്കൊച്ച് ഇങ്ങനെ പല്ലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കോൾഗേറ്റിൻ്റെ ചിരി. ഞാൻ പറയുന്നത് കൃഷ്ണ കോൾഗേറ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി പരിചയപ്പെട്ടു. പല ദിവസം പോയി. ഞാനാണെങ്കിൽ ഒരു ലൈവിലൊക്കെ പോയാൽ കുറച്ചധികം സമയം നിൽക്കുന്ന ഒരാളാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ ചെന്നു എന്നുള്ളൊരിത് വേണം. വെറുതെ ഹായ് ഹൂയി ഇട്ട് ഞാനിങ്ങനെ പോരത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി പരിചയപ്പെട്ടു. അത് നല്ല ഒരു ബന്ധമായി. കൂടാതെ പത്തനംതിട്ട എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൂടുതൽ അടുക്കുമല്ലോ. അങ്ങനെ ആണ്. എന്നാലൊട്ട് ഡെയിലി വിളിയോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരിതല്ല. എങ്കിലും ആ ഇടയ്ക്കൊന്ന് സംസാരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കൃഷ്ണ ആദ്യത്തെ തവണ വന്നപ്പോൾ എന്നെ കണ്ടിരുന്നു. പിന്നെ രണ്ടാമത്തെ തവണ വന്നപ്പോൾ കണ്ട ഷോർട്സ് ഇട്ടിരുന്നു. ഇനി വരുമ്പോഴും കാണും. പിന്നെ കൃഷ്ണ എന്നെ വീട്ടിലോട്ട് വിളിച്ചായിരുന്നു. ഇത്തവണ കൃഷ്ണയും മക്കളും മാത്രമാണ് വന്നത്. ചേട്ടൻ വന്നിരുന്നില്ല. അപ്പം ഇവിടെ അടുത്തുള്ള സ്ഥലമാണ് കേട്ടോ. എലവന്തിട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൃഷ്ണയുടെ വീട്. ഇതേ കണ്ടില്ലേ, ഞങ്ങൾ യാത്രയിൽ റെയിൻകോട്ട് ഇടാൻ കയറുന്നതാണേ. അതുപോലെ മഴയുള്ളൊരു ദിവസമാണ്. പലയിടത്തും നിർത്തിയാണ് പോകുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഒരു ഉച്ച സമയം ഒക്കെ ആകാറായപ്പോഴാണ് എത്തിയത്. അങ്ങനെ ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ട് യാത്രയിലാണ് നമ്മുടെ 2 വീലറിൽ. എൻ്റെ വണ്ടി ഏതാ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയാം, എൻ്റെ വണ്ടി ജൂപ്പിറ്റർ ക്ലാസിക്കാണ് കേട്ടോ. ക്ലാസിക് A7 എന്നൊരു നമ്പറാണ് കേട്ടോ. എനിക്കത് കാണാതറിയത്തില്ല. വണ്ടിക്ക് ഇന്നലെയും കൂടി പണിയായിരുന്നു. ആക്സിലറേറ്റർ കൊടുക്കുമ്പോഴേ സ്പീഡ് കുറയുന്നില്ല. അപ്പം അങ്ങനെ ഇന്നലെയും വണ്ടിപ്പണി വന്നു. ഇടയ്ക്കിടയ്ക്ക് വണ്ടിപ്പണി വരുന്നതാണ് ഞാൻ ആകെ പെട്ടു പോകുന്നത്. പിന്നെ അങ്ങോട്ട് പോകുന്ന സ്ഥലത്ത് നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ ഇതുവഴി തേരാപ്പാര പോകുന്ന കൃഷ്ണയാണെങ്കിൽ തൊണ്ടയടച്ച്. കൃഷ്ണയാണെങ്കിൽ ഇത് വീഡിയോയിലൊന്നും പകർത്തിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പോയപ്പോൾ നമ്മളെന്തായാലും ക്യാമറയും കൊണ്ട് പോയില്ലേ. ക്യാമറയല്ല, ഫോണാണേ, സോറി. അപ്പം പോകുന്നില്ല. ഞങ്ങൾ അവിടെയൊക്കെ നിർത്തി. 2 വീലറിലല്ലേ എന്തായാലും പോകുന്നത്. നിർത്തി ഇതൊക്കെ വീഡിയോ ഒക്കെ എടുത്താണ് പോയത്. പിന്നെ അന്ന് ഞാൻ തുമ്പയും തുളസി എന്നൊക്കെ പറഞ്ഞൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്ത കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ നിന്ന് ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ ഞങ്ങൾ കൃഷ്ണയുടെ വീട്ടിൽ പോയി. എത്തി ഗൈസ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ കുറേ വർത്തമാനമൊക്കെ കഴിഞ്ഞ് കല്യാണ ആൽബമൊക്കെ കാണുകയാണ്. ഇപ്പോൾ കൃഷ്ണ ഭയങ്കര തടിച്ചിട്ടൊക്കെയാണ്. ചേട്ടനാണെങ്കിൽ അന്നത്തെക്കാട്ടിലും ഗ്ലാമറാണ് ഇപ്പം കേട്ടോ. അന്ന് ഗ്ലാമറാണ്. കൃഷ്ണ ഇപ്പം നല്ലതായിട്ട് തടിച്ചിട്ടാണ്. നേരത്തെ ഇത്രയും തടിയൊന്നുമില്ല. അതൊക്കെ ഞങ്ങൾ പറയുകയായിരുന്നു. അങ്ങനെ കല്യാണ ആൽബമൊക്കെ കണ്ടു. തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നം. ഞാൻ അതിരാവിലെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അഭിചേട്ടൻ്റെ ഒരു വീഡിയോയിൽ വോയിസ് ഓവർ കൊടുത്തത് കൊള്ളാമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. പിന്നെ അതിനോരോ സമയങ്ങളുണ്ട്. ചില സമയത്ത് ചെയ്യുമ്പോൾ ഇച്ചിരിയും കൂടെ നല്ലൊരു വോയിസ് ആയിരിക്കും. എനിക്കാണെങ്കിൽ എൻ്റെ വോയിസിനോട് വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല. പിന്നെ എല്ലാവരും പറയുന്നതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കൃഷ്ണയും മക്കളും ഞാനും അവിടെ അമ്മയുണ്ടായിരുന്നു. കൃഷ്ണയുടെ അമ്മയും എല്ലാവരും കൂടെ കുറേ അധികം സമയം വർത്താനമൊക്കെ പറഞ്ഞ് 2 വീലറിലല്ലേ പോയത്. അതുകൊണ്ട് നമുക്ക് ഒരിച്ചിരി വൈകാമല്ലോ. അപ്പം ശ്രീകുട്ടൻ വന്നതും ഇല്ല, അവൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. തിരിച്ച് ഒരു ഏകദേശം ഒരു 4 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. ആ സമയത്താണ് തിരിച്ചു പോകുന്നത്. ഞാനൊരു ഞായറാഴ്ചയാണ് പോയത് കേട്ടോ. അങ്ങനെ ഞാനും ദേവൂടെ വരുന്ന വഴിയാണ് ഷൂട്ടിങ് നടത്തിയത്. നമ്മുടെ തുമ്പയും തുളസിയും കുടമല്ലപ്പൂവും തൊഴുകയ്യാൽ വിരിയണ മലനാട്. വൈകിട്ട് എൻ്റെ ലൈവിൽ എൻ്റെ കളരാഗമൊക്കെ ഉണ്ട്, ഗാനമേളയൊക്കെ ഉണ്ട്. അതൊക്കെ രസം, ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ. നമ്മൾ ധാരാളം പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളല്ലേ. അപ്പം
ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിലാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈവിൽ, അതൊക്കെ പറയാനുള്ളൂ. ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാച്ച് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, നമ്മൾ വലിയ യൂട്യൂബേഴ്സ് ഒന്നും അല്ലല്ലോ. ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടി, അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ വാച്ച് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ കടമ. അപ്പം അങ്ങനെ പോകുന്ന വഴിക്കും ഇടയ്ക്കും പിഴയ്ക്കും എല്ലാം ഞങ്ങൾ റീൽസൊക്കെ എടുക്കാനുള്ളതും എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. ഈ ഗൈസ് അത് പറഞ്ഞ് ഞാൻ വീട്ടിൽ ഇവരോട് ഗൈസ് എന്ന് പറയും കേട്ടോ. ഇനി ശ്രീകുട്ടൻ ഇവിടെ എന്നോട് ഇടയ്ക്ക് ഗൈസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ കണ്ടില്ലേ, അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേശ്ശെ ഭാഗത്തൊക്കെ ആയിട്ട് കണ്ടമൊക്കെ കാണാം. പക്ഷേ ഇതൊന്നും കൃഷ്ണയുടെ ലൈവിൽ ഞാൻ കണ്ടിട്ടില്ല. ഇനി കൃഷ്ണ വരുമ്പോൾ ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറയാം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഇതുപോലെയുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ ധാരാളം ഉള്ള ആളാണ്. കൃഷ്ണയെ പോലെ തന്നെ കുറേയധികം ഫ്രണ്ട്ഷിപ്പൊക്കെ എനിക്കുണ്ട്. യൂട്യൂബിലാണെങ്കിലും പുറത്തൊക്കെ ആണെങ്കിലും ഒരുപാട് ഫ്രണ്ട്ഷിപ്പുണ്ട്. അപ്പോൾ ഡെയിലി ഒന്നും വിളിക്കുന്നതിലൊന്നും അല്ല ഈ കാര്യം. നമ്മുടെ ആ ബന്ധങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് പുതുക്കി ഇടണം. എല്ലാവരും തിരക്കുള്ളൊക്കെ ആൾക്കാരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ എത്തുന്നത് വരേക്കും ബൈ.